ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീക്കെൻഡാണ്, അപ്പോൾ ഞാൻ കുറച്ച് മീൽ പ്രെപ്പിൻ്റെ പരിപാടികളാണ്. മീൽ പ്ലാനും മീൽ പ്രെപ്പും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഗീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ മിക്കവാറും തന്നെ വീട്ടിലുണ്ടാക്കുവാണ്. നമ്മൾ ഈ ബട്ടർ മേടിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതൊരു 1 kg ആണ്, 500ൻ്റെ 2 ബ്ലോക്കാണ്. അപ്പോൾ ഇത് ഒരു മാസത്തിന് മേലെയൊക്കെ നമുക്കുണ്ടാകും. പിന്നെന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ആ ഒരു നെയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പം നല്ല എളുപ്പമല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ അതങ്ങ് വെച്ചിട്ട് ഇത് കുറച്ച് നേരം എടുക്കുമല്ലോ ഗീ ആവാനായിട്ട്, അത് വെച്ചിട്ട് ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എല്ലാ വീക്കെൻഡും തന്നെ കുറച്ച് സമയം ഈ ഒരു എന്തൊക്കെ കുക്ക് ചെയ്യണം, ഒരു ബേസിക് മീൽ പ്ലാനും പ്രെപ്പും ഞാൻ എന്താണെങ്കിലും ചെയ്യും. അത് അത്രയും ഒരു ടൈം സേവിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ കുറേ കാലം മീൽ പ്ലാനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഈ വീക്ക് എന്നാ ചെയ്യേണ്ട, നമുക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് എഴുതി വെക്കുക. നമ്മളിപ്പോൾ ഒരു പ്രെപ്പും ചെയ്തില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തുണ്ടാക്കണം ആ ഒരു ഐറ്റം നമ്മുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ തന്നെ നമുക്കത് അത്രയും ഒരു ടൈം സേവറാണ്. ഇപ്പം ഞാനതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കാര്യമാണ്. കാരണം നമ്മുടെ ആ ഒരു മൺഡേ ടു ഫ്രൈഡേ ഒരുപാട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഞാനിങ്ങനെ ഓരോരോ ഐറ്റംസ് തീരുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് പോവുക. ഇതും എന്താ പറയുക, നമുക്കൊരു ടൈം സേവറാണ്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. പിന്നെ നമ്മളത് മേടിക്കാൻ വേണ്ടി ഗ്രോസറി ഷോപ്പിങ്ങിന് പോകും, അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് മേടിക്കും. ഇത് ശരിക്കും ഒരു മണി സേവിങ് ആണ്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ മേടിക്കും. മക്കളെയൊക്കെ കൂട്ടിയാണ് പോകുന്നതെങ്കിൽ പറയണ്ട. അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നതും നമ്മുടെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നത് വീക്കെൻഡ് ഒരു പ്രാവശ്യം നമ്മൾ പോകുന്നു, നമുക്ക് ആവശ്യമുള്ള വീക്കിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളത് കേട്ടോ. ഇന്ന് പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ പിള്ളേർക്ക് ഇപ്പം ഇങ്ങനെ ഓരോ പരിപാടികളാണ്, നെറ്റ്ബോൾ, സോക്കർ. അപ്പോൾ അതൊക്കെ ആയിട്ട് അനീഷും പിള്ളേരും ബിസി ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീ ഒക്കെ റെഡിയായി. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറും കറികളും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ചു. അപ്പോൾ എല്ലാ വീക്കും തന്നെ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ട് അത് 2 ദിവസമൊക്കെ വൈകുന്നേരം ഗ്രില്ല് ചെയ്യും, 2-3 ദിവസമൊക്കെ. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഞാനിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് തൈരും ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. മിസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ചിക്കൻ ഫ്രൈയിൽ അതിന് യൂസ് ചെയ്ത മസാലയാണ്. അതപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇനി വരുന്നൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇത് മല്ലി, കുരുമുളക്, കറിവേപ്പില, അതുപോലെ റെഡ് ചില്ലി, പെരിഞ്ജീരകം, ഇത്രയും സംഭവങ്ങളാണ്. ഇത് നമ്മൾ ഓയിലില്ലാതെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല ഫ്ലേവറാണ്. അപ്പം ഞാൻ അത് കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, അത്രയേ ഉള്ളൂ. ഞാനിത് കറിവേപ്പില ഇട്ടത് കൊണ്ട് ഞാനിത് എക്സ്ട്രാ ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തത്. നന്നായിട്ട് പൊടിച്ചാൽ ഇനി കേടാകുമോ എന്നൊക്കെ എനിക്കൊരു ഇതുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇതൊരു സൂപ്പർ മസാലയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതൊരു 3 പോർഷൻ ആക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ മസാല ഇട്ട ചിക്കൻ നമ്മൾ ഈ പറയും പോലെ റീയൂസബിൾ ബാഗ്സിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നെ അല്ലാത്ത സാധാരണ സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് അങ്ങനെ വെക്കും. അത് പിന്നെ നമുക്ക് യൂസ് കഴിയുമ്പോൾ അങ്ങ് കളയാമല്ലോ. അതല്ലെങ്കിൽ ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ വെക്കും. നമുക്ക് എന്താണോ സൗകര്യം അങ്ങനെ ചെയ്യാം. നമ്മളെപ്പോഴും നമുക്ക് എന്തോരം വേണോ, അതായത് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ എന്തോരം വേണോ അങ്ങനെ ഫ്രീസ് ചെയ്യുക. കാരണം നമ്മളിത് ലാർജായിട്ട് ഇങ്ങനെ തന്നെ ഫ്രീസ് ചെയ്താൽ പിന്നെ നമുക്ക് അതിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാൻ നല്ല പാടായിരിക്കും. അതുപോലെ സിപ്ലോക്ക് ബാഗിൽ എയർ ഇതുപോലെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അത് സീൽ ചെയ്യുക. അപ്പോൾ അത് നല്ല കോമ്പാക്റ്റായിട്ട് അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ശരിക്കും മാസങ്ങളോളം നമുക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് നമുക്കൊരു ഫ്യൂ വീക്സിലോട്ടുള്ളതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ ചിലർ ഞങ്ങൾ ഫ്രീസ് ചെയ്ത ഭക്ഷണമൊന്നും കഴിക്കില്ല, ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ കഴിക്കൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഫ്രീസ് ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ഫ്രഷ് അല്ലാണ്ടാവുന്നില്ല. നമ്മൾ ഫ്രഷായിട്ട് ഫ്രീസ് ചെയ്താൽ അത് ഫ്രഷ് ഫുഡ് തന്നെയാണല്ലോ. അത് നമ്മൾ പഴകിയ ഭക്ഷണമൊന്നുമല്ല നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കഴിക്കുന്നത്, അതും ഫ്രഷ് ഫുഡ് തന്നെയാണ്. പിന്നെ കടയിൽ നിന്ന് മേടിച്ച് അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സാഹചര്യവും സമയമൊക്കെ ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ല. ഏറ്റവും നല്ല കാര്യം ഒബ്വിയസ്ലി അതാണ്. നമ്മളെന്താണേലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഞാൻ വിചാരിക്കും മനസ്സമാധാനവും ഒരു കാംനെസ് നമ്മുടെ ലൈഫിലുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു റെസിപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇവർക്ക് ഇവാന് രാവിലെയാണ് സോക്കർ മാച്ച്. അത് കഴിഞ്ഞിട്ടൊരു 10:30 അങ്ങനെയൊക്കെ വരും. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പാലും ഞാൻ ഓംലെറ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ വിടും. എണീറ്റപാടെ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിക്കാൻ മടിയാണ്.
ഇവിടെ ഇങ്ങനെ ചെറിയ കുറേ ക്ലബ്സ് ഉണ്ട്. ഫുട്ബോൾ ആണെങ്കിലും സേറ നെറ്റ്ബോളിന് പോകുന്നുണ്ട്, അതൊരു ക്ലബ്ബാണ്. അപ്പം അങ്ങനെ പല ക്ലബ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലബ്ബുകൾ തമ്മിൽ ഇവർക്ക് വീക്കെൻഡ് കോമ്പറ്റീഷനും വീക്ക് ഡേയ്സിൽ 1-2 ദിവസം പ്രാക്ടീസും അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എല്ലാ വീക്കെൻഡും മാച്ച് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ഒരു ചാമ്പ്യൻ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ട്രെയിനിങ്ങിനും മാച്ചിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാൻ കുറച്ച് ക്യാരറ്റും ഒനിയനും ഇഞ്ചി ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു സ്റ്റീലിൻ്റെ ഫ്രൈയിങ് പാൻ ഞാൻ ഈയിടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. സ്കാൻ പാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ. ഞാൻ എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്കൊക്കെ ഇങ്ങനെ മോശമാകുമ്പം അതിന് സ്റ്റീൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല പാനാണ്. നമുക്കിങ്ങനെ ഉപ്പുമാവ് അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നല്ല ഹെവിയാണ്, നല്ലൊരു ഐറ്റം പോലെ തോന്നുന്നു. അതുപോലെ 2-3 പച്ചമുളക് ഇങ്ങനെ നെടുകെ പിളർന്ന് അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ചെറിയൊരു സ്പൈസ് കിട്ടും. പിന്നെ പിള്ളേരൊന്നും കടിക്കാതെ നമുക്കങ്ങ് എടുത്തു മാറ്റാനായിട്ട് എളുപ്പമല്ലേ. പിന്നെ കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചോപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം അതപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. കുറച്ച് നേരം നമ്മളതങ്ങനെ വെച്ചാൽ അത് ഡ്രൈ ആയിട്ട് ചെറിയ വെജീസിൻ്റെ കഷ്ണങ്ങളല്ലേ, അത് പിന്നെ കഴുകിക്കളയാൻ പാടാണ്. നമ്മളത് വെള്ളം നനച്ച് അത് കുതിരാനൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കഴുകേണ്ടി വരും. ഇതിങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കഴുകാം. ഞാനങ്ങനെ എപ്പോഴും സോപ്പൊന്നും ഇടാറില്ല കേട്ടോ. നമ്മൾ വെജീസ് മാത്രം ചോപ്പ് ചെയ്യുമ്പം ഇതൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്, അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കഴുകി അങ്ങ് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. കാരണം കുക്കിംഗ് കഴിയുമ്പോഴത്തേക്കും അടുക്കള ഒരുവിധം ക്ലീനൊക്കെ ആയിട്ടിരിക്കും. എനിക്കത് കുറച്ച് മടിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും അതങ്ങനെ വർക്കാവില്ല. ഞാൻ കഴിയുന്നതും സിങ്കിലെങ്കിലും എടുത്ത് വെക്കാൻ നോക്കും. പിന്നെ ഡിഷ് വാഷറിലോട്ടൊക്കെ നേരിട്ട് വെക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങ് വെക്കാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. എനിക്ക് എപ്പോഴും കൈ നനയ്ക്കാൻ മടി തോന്നും. അപ്പോഴത്തേക്കും നമ്മുടെ വെജീസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗീ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ വരുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് നെയ്യുണ്ടല്ലോ, അപ്പോൾ അങ്ങ് ആഡ് ചെയ്തതാണ്. ഞാനിതിലോട്ടിനി റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഞാനിങ്ങനെ മേടിക്കുന്നത് തന്നെ റോസ്റ്റഡ് റവയാണ്. ആ റവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യും. നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി നോക്കുന്ന സമയത്ത് ഞങ്ങളങ്ങനെ ഒരു വീട് റെൻറ്റിനെടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആൾ അടിപൊളിയായിട്ട് ഉപ്പുമാവ് കുക്ക് ചെയ്യും. എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നില്ല. ഇത്ര ഒരു സോഫ്റ്റ് ആയിട്ടൊന്നും അന്ന് വരില്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇത് പക്ഷേ 10-20 കൊല്ലം മുന്നെയാണ്, 2006-07 ആ ഒരു സമയത്താണ്. സത്യം പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അന്നാണ്. ആളുടെ പേര് ധന്യ എന്നാണ്. അപ്പം ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനുശേഷം എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത്ര എളുപ്പത്തിൽ ഇത്ര സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാമോ എന്നുള്ളത്. അപ്പോൾ ഈ പറയുമ്പോൾ ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇതിനങ്ങനെ അളവൊന്നുമില്ല. ആ ഒരു ഉപ്പുമാവിൻ്റെ റവയുടെ മേലെ വരുന്ന പോലെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് മൂടി വെക്കുന്നു. ഒരു 3 മിനിറ്റ്സ്, ഒരു 3-4 മിനിറ്റ്സ് വെക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഓൾറെഡി ഫ്രൈഡ് റവയൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വരും. ആൻഡ് ഈ ഒരു ഉപ്പുമാവ് നല്ല സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന്. എന്നാലും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ ഈസി. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ്, അവർ പഴം കൂട്ടി കഴിച്ചോളും. അല്ലെങ്കിൽ കടലക്കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ ഞാനിത് ഇതിൽ തന്നെ അടച്ച് അങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആ തണുത്ത് പോകുന്നതിന് മുമ്പേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ അടിയിൽ കുറച്ച് മട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം നെയ്യൊക്കെ ഊറ്റിയെടുക്കാനായിട്ട് അത് കുറച്ച് വാമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച് വെക്കുക. നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് കടയിൽ നല്ല നെയ്യ് കിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ് എനിക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി നല്ലതായി തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് പേഴ്സണലി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം കിട്ടുന്നു. ചിലപ്പോൾ നമുക്കിത് നമ്മളിതിന് ഈ പാത്രം കഴുകണം, അരിപ്പ കഴുകണം, ഒരു ചെറിയ പണിയാണല്ലോ. അപ്പോൾ നമ്മളതിനെ ഒരു ഡിഫിക്കൽട്ട് കാര്യമായി കാണുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഇതിന് നല്ലതിന്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല നെയ്യ് കിട്ടും. ഇതിൽ നിങ്ങളൊരു വാല്യൂ കാണുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും
എനിക്കെന്താ പറയുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കതൊരു വാല്യൂ ആഡ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മളാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ ആണോ എന്ന് ആലോചിക്കുക. ഞാനിങ്ങനെ ഈ മീൽ പ്രിപ്പ് പോലുള്ളതിൽ ചിലർ പാല് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ക്രീം എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ചില വീഡിയോസ് ഉണ്ടല്ലോ, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സ്വന്തമായി ചെയ്യുന്നു, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കുറേ ആളുകളോ നിങ്ങൾ എത്ര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആകണം, നമ്മൾ എന്തിനാണ് അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എനിക്കറിയില്ല. നമുക്കിങ്ങനെ കുറേ സൗകര്യങ്ങൾ അല്ലേ, നമ്മൾ ഓരോ കാലം കഴിയുന്നവരും മനുഷ്യന് പുതിയ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യല്ലേ വേണ്ടത്. നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു അവാർഡൊന്നും ആരും തരാൻ പോകുന്നില്ല. നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിൽ പലരും. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്രോസൺ കോക്കനട്ട് മേടിക്കാൻ കിട്ടും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതും നമ്മൾ തേങ്ങ ചിരവിയെടുത്ത ആ ഒരു ഫ്രഷ് തേങ്ങയും തമ്മിൽ പറയത്തക്ക ഒരു വ്യത്യാസവും തോന്നാറില്ല. എന്നാലും ചിലർക്കൊക്കെ അത് യൂസ് ചെയ്യാനൊരു മടിയാണ്. അത് ഫ്രഷ് അല്ല, ഫ്രോസൺ കോക്കനട്ടാണ്. പക്ഷേ നമുക്ക് എന്തുമാത്രം സൗകര്യമാണ് നമ്മൾ ആ ഒരു ഫ്രോസൺ. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ആ തേങ്ങ ചിരവിയെടുത്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്നതും എന്തൊരു കൺവീനിയൻസ് ആണെന്ന്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇടുന്ന ആ ഒരു സോ കോൾഡ് ഹാർഡ് വർക്കും എക്സ്ട്രാ എഫേർട്ടും ഉണ്ടല്ലോ, അത് റിയലി വർത്ത് ആണോ എന്നുള്ളത്. ആൻഡ് നമ്മൾ ട്രൂലി നമ്മൾ വിശ്വസിക്കുന്നു അത് റിയലി ഒരു വർത്ത് ആണെന്നുള്ളതെങ്കിൽ ഡസൻറ്റ് മാറ്റർ അല്ലേ. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമുക്ക് എന്ത് സന്തോഷം തരുന്നോ അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇന്ന് ലഞ്ചിന് ചോറും കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറച്ച് ലോങ് മെലൻ ആ സംഭവമാണ് കേട്ടോ. ഇവിടെ എന്തോ പിള്ളേർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. പൊതുവേ എല്ലാവർക്കും വലിയ താല്പര്യം ഇല്ലാത്തൊരു ഐറ്റമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി തോരൻ വെക്കും, ബാക്കി പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യും. പിന്നെ വരുന്ന ആഴ്ച മറ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ മിക്കവാറും അധികം മേടിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും അത് കട്ട് ചെയ്ത് റെഡി ടു കുക്ക് അങ്ങനെ ഫ്രീസ് ചെയ്യാറാണ് പതിവ് കേട്ടോ. എൻ്റെ ഒരു സിമ്പിൾ തോരനാണ്. നമ്മൾ കടുക് പൊട്ടിച്ച് ഉള്ളി വഴറ്റി പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട്, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഞാനിത് ആദ്യം തന്നെ ഇടും. അപ്പോൾ കോക്കനട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ ഞാനിത് കുക്കായി ഒരുവിധം റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാനിടുക. അപ്പം അങ്ങനെ തേങ്ങ ഒരുപാടങ്ങ് വെന്ത് പോകാതെ അതൊരു രസമായിട്ട് തോന്നാറുണ്ട്. തോരൻ്റെ കൂടെ ഞാനൊരു സിമ്പിൾ പരിപ്പ് കറി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ പണ്ടൊക്കെ ഈ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് ഉള്ളിയും തക്കാളിയും കൂടെ സെപ്പറേറ്റ് വഴറ്റി അങ്ങനെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. പക്ഷേ ഞാൻ എളുപ്പത്തിൽ ഈ പറയും പോലെ ഒരു അരക്കഷ്ണം തക്കാളിയും അരക്കഷ്ണം ഉള്ളിയും കൂടെ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇടുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പാണ് നമ്മുടെ സാമ്പാർ താൽ. അപ്പോൾ അത് പെട്ടെന്ന് കുതിരും. ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും ഇത് കുക്കാവും. അപ്പോൾ ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഇതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഈ ഒരു ഫ്രോസൺ കുഞ്ഞുള്ളി മേടിക്കാറുണ്ട്. ആക്ച്വലി ഇത് നല്ലതാണ് കേട്ടോ. ശരിക്കും ആ ഒരു കുഞ്ഞുള്ളീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാറുണ്ട്. നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ വെജിറ്റബിൾസും ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് മിസ്സാകുന്ന ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പരിപ്പേർക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ആ കുഞ്ഞുള്ളിയൊക്കെ വഴറ്റിയെടുത്തു. ഞാൻ പിന്നെ ഒരു കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യും. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് മല്ലി ഉണ്ടെങ്കിൽ മല്ലിയിലയും ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ്, പരിപ്പ് കറി, തോരൻ, പിന്നെ ഇന്ന് മീൻ കറി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ കറികളൊക്കെ ഒരുവിധം സെറ്റായി. ഇനിയിപ്പം എൻ്റെ ഒരു പരിപാടി ഒരു 12 മണി സമയത്ത് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറയുന്ന പോലെ കഴിയുന്നത്ര റെഗുലറായിട്ട് പോകാൻ നോക്കും. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്, അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും പണിയാണോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു റെസ്റ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇവാൻ്റെ കൂടി ഇരുന്ന് മിസ്റ്റർ ഹൂ ഈസ് ദ ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലില്ലേ, ഇങ്ങനെ ഗാഡ്ജറ്റ് റിവ്യൂസൊക്കെ വരുന്ന രസമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയി. ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ വോയിസ് ഭയങ്കര കുറവ് കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയി വന്നപ്പോൾ ചുമ്മാ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 1 മണിയായി കാണും. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ആദ്യമൊക്കെ വർക്കൗട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റായിട്ട് ഇപ്പോൾ രാവിലെ പോകണം, വൈകുന്നേരം പോകണം, നമ്മളങ്ങനെ കറക്റ്റായിട്ട് ഒരു സമയത്ത് അങ്ങനെ പോകണം. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം അങ്ങനെയൊന്നും അല്ല. നമുക്ക് പറ്റുന്ന പോലെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു രാവിലെ തന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു ഹോൾ ഡേയിൽ എപ്പോഴെങ്കിലും നമുക്കത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ
അതൊരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് കുറച്ച് സമയമാണ് പറ്റുന്നതെങ്കിലും ഒരു 15-20 മിനിറ്റ്സ് ആണെങ്കിലും അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് തീർത്താൽ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് സെൽഫ് കെയറും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ എനിക്കൊരു കുഞ്ഞു പരിപാടി കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സ്പിനച്ച് ലീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ദാൽ കറിയിലോട്ട് ആഡ് ചെയ്യാമെന്ന്. ഈ സ്പിനച്ചിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തിൻ്റെ കൂടെ ഇട്ടാലും പിള്ളേരാണെങ്കിലും കഴിക്കും. നമ്മളിതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പാലക് ലീവ്സ് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമ്മളിത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പരിപ്പ് കറി. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയപ്പോൾ ലഞ്ചിന് ചോറും പരിപ്പ് കറിയും തോരനും മീൻകറിയും തൈരും, അങ്ങനെ ഒരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ പറയും പോലെ ഞാൻ എന്താണെങ്കിലും സാറ്റർഡേയോ സൺഡേയോ കുറച്ച് സമയം ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത്, അതായത് ഞാൻ ഒരു ഓയിൽ മസാജൊക്കെ ചെയ്ത് അങ്ങനെ കുളിക്കും. ഞാനിപ്പം വീക്കിലി വൺസാണ് തല കഴുകാറുള്ളത് കേട്ടോ. പണ്ടൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോഴായിരുന്നു, ഇപ്പം അതിങ്ങനെ നീണ്ട് വീക്കിലി വൺസായി. അപ്പം ഞാനിങ്ങനെ തല കഴുകുമ്പം നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഷാമ്പൂ ഇട്ട് കണ്ടീഷൻ ചെയ്ത് അങ്ങനെ കുളിക്കും. അപ്പോൾ ഞാൻ തലയിൽ ആദ്യം തന്നെ എണ്ണ തേച്ച് വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സെസാമ ഓയിലാണ്, എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് പണ്ടത്തെ അത്രയും സ്കിൻ ഡ്രൈ ആയി തോന്നാറില്ല. പിന്നെ എന്നോട് ഹെയർ കെയറിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു മുടിയാണ്. ഞാൻ ഭയങ്കര കെയർ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നതല്ല. പിന്നെ നമ്മളൊരു ബേസിക് കെയർ കൊടുക്കുക, അതായത് വീക്കിലി 1-2 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കുളിക്കുക. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മുടീനെ അത് ദോഷമായി ബാധിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് നമ്മൾ ഹീറ്റിംഗ് ടൂൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുക. ഈ ഒരു വീക്കെൻഡിൽ ഇങ്ങനെ ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇത് കൈൻഡ് ഓഫ് ഒരു റിച്വൽ ആണെന്ന് പറയാം. ഞാൻ എന്താണെങ്കിലും സാറ്റർഡേയോ സൺഡേയോ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ നമ്മളെ ഒന്ന് പാമ്പർ ചെയ്ത് അങ്ങനെ ഇരിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക, ഇതൊരു ലക്ഷറിയോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജോ ഒന്നും അല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളിങ്ങനെ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ കാണാനുള്ള സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തും അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ നമ്മൾ കളയുന്ന കുറേ സമയമുണ്ട്. അതിൽ നിന്നൊരു 10 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എല്ലാ ദിവസവും കണ്ടുപിടിക്കാൻ പറ്റുന്നിടത്താണ് നമുക്ക് ഒരു ജീവിതത്തിലൊരു കാംനെസ് ഉണ്ടാവുക. നമ്മുടെ ജോലികൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു എൻലെസ് ആണ്. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും എത്രയൊക്കെ ഓർഗനൈസ്ഡ് ആയ കാര്യങ്ങൾ നോക്കിയാലും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എല്ലാ ദിവസങ്ങളും പോകുന്നത്. ചിലപ്പോൾ നമ്മൾ തലയും കുത്തി മറിഞ്ഞിട്ട് അവസാനം നമ്മളിങ്ങനെ വീട് നോക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ, ഞാൻ എന്താണ് ഇന്ന് മുഴുവൻ ചെയ്തത് എന്നുള്ളത്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളീ കാണുന്ന ഒരു പിക്ചർ പെർഫെക്റ്റ് വീടും ഡേയും ഒക്കെ മോർ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങളീ കാണുന്ന ഒരു ഡേ, അതിൻ്റെ മുന്നേ ഒരു ഡേ ഉണ്ട്, അത് കഴിഞ്ഞ ഒരു ഡേ ഉണ്ട്, അതൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 10 മിനിറ്റൊക്കെ എന്തായാലും ഞാനിങ്ങനെ റിലാക്സ്ഡായി കുറച്ച് നേരം ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ക്വിക്ക് വോക്കിന് പോകുന്നു, ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ക്വിക്ക് കോഫി ക്യാച്ചപ്പിന് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഇറ്റ്സ് ഓക്കെ, നമ്മുടെ വീട് മെസ്സിയാണ്, നമുക്ക് തീരാത്ത കുറേ ജോലികളുണ്ട്, ഇറ്റ്സ് ഫൈൻ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്സായി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് നിൽക്കാതെ ആ ഒരു സ്റ്റേജിലോട്ട് എത്താതിരിക്കാനായിട്ട് കഴിയുന്നത്ര ട്രൈ ചെയ്യുക. ഇന്ന് വൈകുന്നേരമൊക്കെ നല്ല വെതറായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്വിക്ക് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ചുമ്മാ വെതർ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാതെ പോകരുത്, നമുക്ക് ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.